ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളിതേ ചുമ്മാ അച്ചാച്ചൻ്റെ അവധിയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് 4 മണിക്കാറ്റൊക്കെ വരാം. നമ്മുടെ ഇത്രയും അടുത്തുള്ള സ്ഥലമാണ്. നമ്മളതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ചുമ്മാ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ബോർഡിൻ്റെ ഇവിടെ ഒരു നല്ലൊരു പച്ചപ്പും ഇതുമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാനപ്പോൾ ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, കാരണം നിറയെ ബൈപ്പാസാണ്, വണ്ടി പോകുന്ന ഒച്ച ഭയങ്കരമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം വീഡിയോയിൽ എന്തൊക്കെയാണെന്ന്. ഒത്തിരി വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം 4 മണിക്കാറ്റിലാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് വന്നിരുന്ന് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇരുന്നിട്ട് പോകാൻ പറ്റിയൊരു അടിപൊളി സ്പേസാണ്. അധികം ചിലവൊന്നുമില്ലാതെ കാശ് മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കടകളൊക്കെ ലൈവായി തുടങ്ങി, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലത്. ഇത് സൺഡേസാണ്, ഇതിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ്. ഇവിടെ സൺഡേസിലാണെങ്കിൽ നിറയെ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ തടിയുടെ ഷേപ്പിൽ സിമെൻറ്റിൽ ഇരിക്കാനുള്ള ചെയറുകളും കുഞ്ഞു മക്കളെയും കൊണ്ട് വരുന്നവർക്ക് റൈഡുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഊഞ്ഞാലൊക്കെ പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ, അതൊന്നും റെഡിയാക്കിയിട്ടില്ല ഇപ്പം. അപ്പോൾ പ്ലാവിൻ്റെ ഷേപ്പിൽ സിമെൻറ്റും കൊണ്ട് ചക്കയൊക്കെ റെഡിയാക്കിയിട്ടിട്ട് ഒരു സ്ലൈഡുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടൻ്റെ പാർക്കിലെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അവൾക്ക് സ്ലൈഡ് കയറാൻ താല്പര്യമുണ്ട്, എന്നാൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിലും പൊതുവേ പേടിയുള്ള ഒരാളാണ്. അപ്പം ഇവിടെ വന്നപ്പോഴും സ്ലൈഡുണ്ട്. അപ്പോൾ കയറാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ച് കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പേടിയുണ്ട്, നമ്മൾ പാർക്കിൽ പോകുന്നതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ പേടിയുണ്ട്, എന്നാലും റെഡി 1 2 3 ഒക്കെ പറഞ്ഞൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ആളെ സ്ലൈഡൊക്കെ കയറ്റി. പക്ഷെ ആദ്യത്തെ തവണയൊന്ന് പേടിച്ചു കേട്ടോ. പിന്നെ 2-3 പ്രാവശ്യം ആൾ ഓക്കെ ആയി. അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെയർ, ഇരിക്കാനുള്ള നിരവധി ചെയറുകളുണ്ട് കേട്ടോ. പിന്നെ ഒരു സായാഹ്ന വായനശാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ പോയ സമയത്ത് അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ട് പച്ചപ്പും ഹരിതാപയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ പയർ കൃഷി ചെയ്യുന്നവരും പുല്ലി എത്തുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മുക്കുട്ടനെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. ഇപ്പോൾ അവളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങുന്ന പ്രായമാണ്. 2-2.25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ വള്ളത്തേലിരുത്തി അവളെ കൊണ്ടൊരു 2 ഫോട്ടോ എടുക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് പേടിയെ തന്നെ ഇരിക്കാൻ, താഴെ വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ മുറുക്ക പിടിക്കുകയാണ്. അപ്പം ഞാനും കൂടെ നിന്ന് കുറച്ച് ക്ലിപ്പിങ്സും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഈവനിങ് സമയമായതുകൊണ്ട് സ്കൂൾ ബസ്സും വണ്ടികളും എല്ലാം ആകെ തിരക്കും ബഹളമാണ്. അതുകൊണ്ട് ഓൺ വോയിസ് കൊടുക്കാൻ ഒരു ഇതും ഉണ്ടായില്ല. ഇൻട്രോയിൽ തന്നെ നിറയെ ശബ്ദം കേൾക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഓൺ വോയിസ് മാറ്റി വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അറ്റത്തൊരു ഊഞ്ഞാൽ പോലത്തെ സാധനമുണ്ട്. ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഊഞ്ഞാൽ പോലത്തെ സാധനം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അമ്മുക്കുട്ടനെ കുറച്ച് നേരം അതേലൊക്കെ കയറ്റി. അപ്പോൾ ഒരു നാട്ടുചന്ത എന്ന് പറഞ്ഞിട്ടൊരു കട തുടങ്ങിയിട്ടുണ്ട്. നാടൻ സാധനങ്ങൾ, നാടൻ കപ്പ, ചേന, കാച്ചിൽ, നാടൻ ഏത്തക്കൊല, അതിനൊക്കെ താല്പര്യമുള്ളവർക്ക് വരുമ്പോൾ വാങ്ങിയിട്ട് പോകാം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലം കൂടെയുണ്ട്. അപ്പം അമ്മുക്കുട്ടനോടൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല വെട്ടിച്ച് കളിക്കുകയാണ്. അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മളും ഫോഴ്സ്ഫുള്ളി പറയിക്കാൻ പോയില്ല, കാരണം അവൾക്ക് എന്താണോ ഇഷ്ടം അവൾ അതുപോലെ ചെയ്യട്ടെ. അവൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് സമയത്ത് വെയിലും കൂടി അടിക്കുമ്പോഴത്തേനും അത് കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു 6-6:30 വരെയൊക്കെ മാക്സിമം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മളും പോകത്തില്ല, പോകുന്ന സമയം നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു റൈഡുകളാണ്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ കയറാൻ പറ്റിയ. അപ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആകും. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് തിരിച്ച് വന്ന് അപ്പോൾ ഇവരുടെ കടയിൽ നിന്ന് 2 ബ്രൂ കാപ്പി 3 ഏത്തക്കാപ്പും ഒക്കെ മേടിച്ചു. അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാനിരുന്ന സമയത്ത് ഇന്നത്തെ വീഡിയോസ് ഫുള്ളും അച്ചാച്ചൻ്റെ വകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അച്ചാച്ചനാണ് ഷൂട്ട് ചെയ്ത് തന്നത്. അപ്പം എവിടെ ഇങ്ങനെ ആൾക്കാർ പുല്ലി എത്തുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനും അമ്മുക്കുട്ടനും കൂടി ഇരുന്ന് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടൻ ബ്രൂ കാപ്പിയാണ്, അത് ചൂടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അവൾക്ക് കൊടുക്കണം. അവൾക്ക് അത്രയും ഒരു ചൂട് അവൾക്ക് കുടിക്കാനായിട്ടില്ല. പിന്നെ ഏത്തക്കാപ്പവും മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നിട്ട് തിരിച്ചു പോരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മുടെ ഷെഫ് നളൻ്റെ അക്കാഡമി.
ടെമ്പിൾ ഓഫ് ഫുഡീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിതിലാക്കിയെന്നേ ഉള്ളൂ. ഫുഡൊക്കെ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ